വിജയ് കൊണ്ടാണ് വൺ തിരിച്ചു വരുന്നത്. വേറെ ഒന്നും പറയില്ല. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ഡൗൺ ആയിട്ട് ഇതിങ്ങനെ പോണ ഒരു സമയം എത്തുമ്പോഴത്തേക്ക് അനിരുദ്ധിന്റെ ഒരു കത്തിക്കുന്നത്. അനിരുദ്ധിയാണ് പടത്തെ രക്ഷിച്ചത് വേണമെങ്കിൽ പറയാം. ഉറപ്പായിട്ട് ഫസ്റ്റ് ഹാഫ് മൊത്തം പടത്തിന്റെ സ്റ്റോറി കാര്യങ്ങൾ, സെക്കൻഡ് ഹാഫ് നമ്മൾ കണ്ട സ്റ്റോറി കാര്യങ്ങൾക്കാണെങ്കിൽ ചെറിയ രീതിയിൽ ഒന്ന് ഡൗൺ ആയി പോകുമ്പോൾ അനിരുദ്ധ അതില് പടം കയറി എടുത്ത് പറയാനുള്ളത് വെങ്കടേഷ് ഓഡിയോ ലോഞ്ചിലൊക്കെ തകർത്തായിരുന്നു പോയിട്ട്. ഓഡിയോ ലോഞ്ചിലൊക്കെ തകർത്ത പോലെ പടത്തിന് ആ ലെവലിൽ തകർന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് പടങ്ങളിൽ കഷ്ടപ്പെട്ട് 100% പണം കിട്ടിയിട്ടുണ്ട്. നായകനങ്ങൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് അന്യ പടത്തിന് ഒരു രക്ഷയില്ല. വെങ്കി തന്നെയാണ് വേറെ ലെവൽ. പടം ഒരു റിട്രോ ഫീൽ അടിച്ചിനി. തുടക്കമൊക്കെ ഉള്ളായിരുന്നു, പിന്നെ അങ്ങോട്ട് പിന്നെ മ്യൂസിക് ഉണ്ട്. മ്യൂസിക്കാണ് പടം നമ്മൾ അവിടെ പിടിച്ചിരുത്തുന്നത്. വേറെ അങ്ങനെ എടുത്തു പറയാൻ വേണ്ടി ക്ലൈമാക്സ് കൊള്ളാം. റിട്രോ എങ്ങനെയാണോ അതിന്റെ അകത്ത് ബ്ലാക്ക് ബേർഡ് അറിയുന്നില്ല, ഏറെക്കുറെ അതൊക്കെ ഉള്ളവരൊക്കെ തന്നെ ക്ലൈമാക്സ് സൂര്യ അവിടത്തെ ഏറെക്കുറെ ഇതാണ് പടം. റെട്രോ ആണോ? പകരം വെച്ച പടം റിട്രോ ആയി. പിന്നെ മ്യൂസിക് അടിപൊളി. എങ്ങനെയുണ്ട് പെർഫോമൻസ്? വിജയവരെ കൊണ്ട് കൊള്ളാം. പിന്നെ വെങ്കടേഷ് കൊള്ളാം, അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. വില്യമേശം പുള്ളിക്കാരാണ് അടിപൊളി. നമ്മൾ കണ്ടോണ്ടിരിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അധികം എന്താ ഒരു നമുക്ക് ആ ഒരു ഫീല് വരുന്നു. നമ്മളൊരു KGF സലാറൊക്കെ വെച്ചിട്ടുള്ള ഫീലില്ല. നല്ല പടം രസമുണ്ടായിരുന്നു. വിജയ് ഒരു കമ്പാക്ക് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല. പക്ഷെ എനിക്ക് ഈ പടം പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത് കണ്ടത്. കാരണം ഓരോ സീൻസ് എന്ന് പറഞ്ഞാൽ ഗൂസ് ബംസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര നൈസ് ആയിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അനിരുദ്ധിന്റെ മ്യൂസിക് ഒരു വലിയ കാര്യം തന്നെ. കാരണം ആ സാധനം എലവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു രീതി ഉണ്ടായി. പുള്ളിയുടെ മ്യൂസിക്കിലാണ് ഈ പടം ഇത്രയും കയറി പോയത് ബേസിക്കലി. പുള്ളി കാരണം സ്കോർ ഓരോ ടൈമിൽ സ്കോറിങ് കയറി പോകുന്ന നല്ല രസമുണ്ട്. പിന്നെ അവിനേഷ് പ്രൊഡക്ഷൻ ഡിസൈനർ പുള്ളി ആർട്ട് നല്ല രസമുണ്ട്. കാരണം നമുക്കൊരു എപ്പോഴും നമ്മൾ കാണുന്ന സാധനം പണ്ടത്തെ രാജാക്കന്മാരാണ് ഭയങ്കര വലുതായിട്ടുള്ള അങ്ങനെയൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാത്ത ഭയങ്കര രസമായിട്ട് പുള്ളി റോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആർട്ട് ഡയറക്ഷൻ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി, DOP ഗിരീഷ് കങ്കാരനെ ചോദിച്ചു ഒരു രക്ഷയില്ല. പൊളി ഫ്രെയിംസുകളായിരുന്നു കേട്ടോ. തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണമെന്നേ പറയത്തുള്ളൂ. വെങ്കടേഷ് ഒരു രക്ഷയില്ല കേട്ടോ. വെങ്കടേഷ് പുള്ളി സ്വന്തം ഡബ് ചെയ്തേക്ക് തോന്നുന്നു. പുള്ളിയുടെ ഡബ് ആയിക്കോട്ടെ, പുള്ളിയുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, പീക്കായിരുന്നു. പുള്ളിക്ക് ലാസ്റ്റത്തെ ടൈമിൽ പോലും പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഒരു ഓറ തന്നെയായിരുന്നു തന്നത്. മേളിൽ സ്കോർ ചെയ്യുന്ന ഒരു ചില സീൻസ് വരുന്നുണ്ട്. കാരണം ക്ലൈമാക്സ് പോർഷൻ തന്നെ പുള്ളി വിജയ് കൊണ്ട് ഇവിടുന്ന് നല്ല രീതിക്ക് ഒരു മാസം കെട്ട് ബിൽഡപ്പ് ചെയ്ത് വരുമ്പോഴേക്കും പുള്ളി അപ്പുറത്ത് നിന്ന് മുണ്ടൊക്കെ മുടക്കി കുത്തുമ്പോൾ നമുക്ക് ഇടുന്ന ഒരു ഫീല് തന്നെ വേറെ ആയിരുന്നു. നല്ല രസമാണ്. ഇവിടെ എല്ലാവരും കാണാൻ ശ്രമിക്കാം. വിജയ് ദേവരെ കൊണ്ട് ഒരു ഇടയ്ക്ക് വന്ന കുറച്ച് പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഭയങ്കര ലിഫ്റ്റ് ആണ്. കാരണം ഇടയ്ക്ക് വെച്ചാൽ കുറച്ച് ഡിസപ്പോയിന്റ് ആയിരുന്നു. വെച്ച് നോക്കുമ്പോൾ നല്ല പടമാണ്. പെർഫോമൻസ് വിജയും സത്യദേവ് രണ്ടുപേരും നന്നായിട്ടുണ്ട്. വിജയും സത്യദേവ് രണ്ടുപേരും നന്നായിട്ടുണ്ട്. മേക്കിംഗ് നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതെന്തായാലും വിജയ് ദേവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലിഫ്റ്റ് കൊടുക്കും. കാരണം കഴിഞ്ഞ കുറച്ച് പടങ്ങൾക്ക് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കംബാക്ക് ആയിരിക്കും. നല്ല പടം.